എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻസിനെ കുറിച്ചിട്ടാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും എങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ 2023 വരെ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ കേരളത്തിൽ വന്നിരുന്നത് +2 മാർക്ക് അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ BSc നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നഴ്സിംഗിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇതുവരെയായിട്ടും ഇപ്പോൾ നിലവിൽ 2023 കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ +2 നല്ല സ്കോറ് ഇപ്പോൾ ഫുൾ മാർക്കൊക്കെ വാങ്ങിയ കുട്ടികൾക്കാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ നഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചിരുന്നത്. അപ്പോൾ നല്ല കോമ്പറ്റീഷനാണ് നഴ്സിംഗും അതേപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ. പ്രത്യേകിച്ച് ഈ +2 മാർക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു അഡ്മിഷൻസ് ആകുമ്പോൾ നല്ല മാർക്കുള്ള 1-2 പോയിൻ്റൊക്കെ മാർക്കുള്ള വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ റാങ്കിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് നിലവിൽ നമുക്ക് എൻട്രൻസ് എക്സാം നഴ്സിംഗിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് എക്സാം ഒന്നും കേരളത്തിലില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INC-യുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന നഴ്സിംഗ് അലോട്ട്മെൻറ്റ്സ്, അതായത് ഇനി വരുന്ന നഴ്സിംഗ് അഡ്മിഷൻസ് എല്ലാം എൻട്രൻസ് ത്രൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം 2024 നിങ്ങൾക്കൊരു എൻട്രൻസ് എക്സാം പ്രതീക്ഷിക്കാം. പക്ഷേ എങ്ങനെയാണ് എൻട്രൻസ് എക്സാം, ആരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നിലവിൽ കേരളത്തിൽ വരുന്ന ഒരു എൻട്രൻസ് എക്സാം കീമാണ്. നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിങ്ങിനും മറ്റുള്ള ഫാർമസി കോഴ്സുകൾക്കൊക്കെ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു കേരള എൻട്രൻസ് എക്സാം ആണ് കീം. സോ നിങ്ങൾക്കറിയാം, ഒരു എൻട്രൻസ് എക്സാം പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു 6 മാസം മുമ്പെങ്കിലും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു നോട്ടിഫിക്കേഷനോ മറ്റുള്ള വിവരങ്ങളൊന്നും ഇതുവരെയായിട്ട് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം എങ്ങനെയായിരിക്കും അഡ്മിഷൻ, എന്തായാലും ഈ വർഷം എൻട്രൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേ നിങ്ങൾ എൻട്രൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം ഈ വർഷം നഴ്സിങ്ങിനെ കാണേണ്ടത്. അപ്പോൾ +2 നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങളായിരിക്കും എൻട്രൻസിനും അതിൻ്റെ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 വിഷയങ്ങളും നിങ്ങൾ നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. നഴ്സിങ്ങിന് ഈ വർഷം ഒരു 99% എൻട്രൻസ് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് കേരളത്തിന് പുറത്ത്, ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിലാണ്. കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം പേരിനാണെങ്കിലും ഒരു എൻട്രൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും നിങ്ങളിപ്പോൾ കേരളത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിലും കേരളത്തിന് പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിലും എൻട്രൻസ് എക്സാം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ +2 അടിസ്ഥാനത്തിലാണ് +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് അതിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം എൻട്രൻസ് ഒരു 99% ഷുവർ ആണ്. കറൻ്റ്ലി ഇപ്പോൾ എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും എന്നുള്ളത് INC-ൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആ ഒരു പ്രകാരം തന്നെ ആയിരിക്കും ഈ വർഷം അതിൻ്റെ അഡ്മിഷൻസും അലോട്ട്മെൻറ്റ്സും ഒക്കെ നടക്കുന്നത്. അപ്പോൾ എനിവേ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള മെഡിക്കൽ അതേപോലെ തന്നെ മെഡിക്കൽ അനുബന്ധമായ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.